എന്താ പറയുക, എനിക്കിങ്ങനെ ഹാർട്ടൊക്കെ നിന്ന് പോണ പോലത്തെ ഒരു അവസ്ഥയാട്ടാ. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാട്ടോ. എനിക്ക് എത്രയായി? ഹലോ ഹലോ, വെൽക്കം ബാക്ക്. ഇന്നതാ നോമ്പാണ് കേട്ടോ. റംദാൻ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുള്ളൊരു മാസമാണ്. എല്ലാവരും നോമ്പിന്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ കൂടെ എനിക്കിതാ ഇവിടെ വേറൊരു സന്തോഷം കൂടെ ഉണ്ട്. നോക്കൂ, നമ്മുടെ ചാനൽ ഉണ്ടല്ലോ, നമ്മുടെ ചാനൽ 100K ആവാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 9990 ഇനി ഒരു 10 പേരും കൂടെ വന്നു കഴിഞ്ഞാല് നമ്മൾ 100K ആവും കേട്ടോ. നമ്മളിതാ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. 100K ഇപ്പൊ ആവും വരെ നോക്കിയിരിപ്പുണ്ട്. എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണോ, ഭയങ്കര സന്തോഷമാണോ, സങ്കടമാണോ, എന്താണോ, ഒരു വല്ലാത്തൊരു അവസ്ഥയിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ എന്തായാലും ഇപ്പോൾ ഉടനെ 100K ആവും. ആ കാര്യത്തിൽ ഇനി സംശയമൊന്നുമില്ല. അങ്ങനെ കാത്തിരുന്ന 100K ഇതാ ഇപ്പോൾ കൺമുന്നിൽ ഇങ്ങനെ ആവാനായിട്ട് പോവുകയാണ്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്തത് വേഗം സബ്സ്ക്രൈബ് ചെയ്തു, ഇനി 50 പേരും കൂടി ഉള്ളെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, എന്താ പറയുക, നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനൊപ്പം തന്നെ കുറച്ച് കുറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴായിരിക്കും കുറച്ച് പേര് ആലോചിച്ചത്, ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പോണവർക്ക് പൊക്കോട്ടെ. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരാണെങ്കിലും അത് മതി കേട്ടോ. അതല്ലേ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്തായാലും എന്നെ പോലെ തന്നെ എന്നെക്കാളും കൂടുതൽ 100K ആവാനായിട്ട് ആഗ്രഹിച്ച് നോക്കി എപ്പോഴും എൻ്റെ ചാനലൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. നമ്മളിപ്പോൾ തന്നെ 100K ആവട്ടോ. എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര കാലമായല്ലേ നമ്മൾ ഈ ഒരു 100K കാണാനായിട്ട് കൊതിക്കുന്നത്. അതും ഇന്ന് ഈ ഒരു നല്ല ദിവസം തന്നെ നമ്മൾ 100K ആയിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു സന്തോഷമായിരിക്കും. നമ്മൾ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ ആ ഒരു നല്ല ദിവസം തന്നെ നമ്മൾ 100K ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും എന്താണ് പരിപാടി, ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. ഞാൻ ഇതുവരെ ഫുഡൊന്നും ഉണ്ടാക്കാനായിട്ട് കയറിയിട്ടില്ല. ഇവാക്കുള്ളതൊക്കെ കൊടുത്തു. ഇവ ഇങ്ങനെ എന്താ പറയുക, ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. നമുക്ക് നോമ്പിന് വേണ്ടിയിട്ടുള്ളതെന്ന് ഇതുവരെ ഉണ്ടാക്കി തുടങ്ങിയില്ല. അപ്പോൾ ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, അവിടെ കമ്പനിയിൽ നിന്ന് ഫുഡ് കിട്ടും എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ എനിക്കും കൂടി ഉള്ളത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി രാത്രിത്തേക്ക് ഫുഡൊന്നും വെക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. 30 days ഫുഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതപ്പോൾ ഇന്ന് കിട്ടിക്കഴിയുമ്പോൾ അറിയാം എങ്ങനെയുണ്ട്, നമുക്കത് മതിയാവുമോ എന്നൊക്കെയുള്ള കാര്യം അറിയാം. അപ്പം എന്തായാലും ഇന്ന് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ജസ്റ്റ് എന്തെങ്കിലും ജ്യൂസും അങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അത് സമയമാകുമ്പോൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമുക്കിനി ഒരുപാട് നേരം കിട്ടും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നിസ്കരിക്കാനും ഓതാനും ഒക്കെ ആയിട്ട് കുറേ അധികം നേരം കിട്ടും. പിന്നെ എനിക്കാണെങ്കിലും നോമ്പ് പിടിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കൽ, എനിക്ക് അല്ലെങ്കിലും ഫുഡ് ഉണ്ടാക്കൽ മടിയാണ്. പിന്നെ നോമ്പ് പിടിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പം ഭയങ്കര മടിയാട്ടോ. അത് മാത്രമല്ല എന്തുണ്ടാക്കും എന്നുള്ള ഈ ഒരു വട്ടടിച്ചിട്ട് ദിവസം മൊത്തം ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ആ കഷ്ടപ്പാടൊന്നും ഇല്ല. അതാ 100K ആവണില്ല അല്ലേ. 10 പേരും കൂടെ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് 991 ആവുന്നുണ്ട്, എന്നിട്ട് പിന്നെ 990 ആവുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞും പറഞ്ഞു നിൽക്കാം കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായി 100K ആയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അഫിക്കാണെങ്കിലും ഓഫീസിൽ നിന്നിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ നമ്മൾ 100K ആയത് കാണാനായിട്ട്. ഞാൻ സച്ചുവിനെ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ നമ്മൾ ഈ 100K ആവാറായ കാര്യം. സച്ചു ആണെങ്കിൽ ഇന്ന് തൊട്ട് വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അവള് നോമ്പിന് ഫുൾ ഡേ വീഡിയോ ഇടും, 30 days സീരീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കട്ടെ. കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു 100K ആയ സന്തോഷം 9991 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ 991 ആയിട്ടുണ്ട്. ഇനി ഒരു 9 പേരും കൂടെ മതി കേട്ടോ. അവള് കോള് കട്ടാക്കി. എനിക്കൊന്ന് മിക്കവാറും അവളെ ഇന്നിട്ട് വീഡിയോ എടുക്കായിരിക്കും. വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് എന്നെ കോൾ ചെയ്യുന്നതുകൊണ്ട് കട്ടാക്കിയാന്ന് തോന്നിട്ട് അവള് വലിയ യൂട്യൂബർ ആയിപ്പോയി. വീഡിയോ എടുക്കാണല്ലേ വലിയ ആള്. വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങി. ഞാനൊരു സാധനം കാണിച്ചു തരാം. ഒരു 9 പേരെയും കൂടെ എവിടെന്നെങ്കിലും കൊണ്ടുപോവാ. അങ്ങനെ എല്ലാരും അൺസബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടിട്ടാ. സച്ചുവിന്റെ ചാനലിൽ ഇനിയിപ്പോ വീഡിയോസ് ഒക്കെ വരും എന്നൊക്കെയാണ് സച്ചു പറയുന്നത്. എപ്പോഴാണ് സച്ചു ഫസ്റ്റ് വീഡിയോ വരുന്നേ?
ഓ സച്ചു ഇന്നെടുക്കണ വീഡിയോ നാളെ ഇടുമെന്നൊക്കെയാണ്. സച്ചു 30 days കണ്ടിന്യൂസ് വീഡിയോ ഇടുമെന്നാ പറയണത്. എല്ലാവരും സച്ചുനെ സബ്സ്ക്രൈബ് ചെയ്ത് സച്ചുനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യണ്ട, സബ്സ്ക്രൈബേഴ്സ് ആവശ്യത്തിന് അവൾക്ക് ഉണ്ട്. അവൾക്ക് ആവശ്യത്തിന് ഒരു കാര്യമില്ലാണ്ട് 7000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ഒരാൾക്കാർ എന്ത് കഷ്ടപ്പെട്ടിട്ട് അല്ല ഞാൻ പറയട്ടെ ഒരാൾക്കാർ എന്ത് കഷ്ടപ്പെട്ടിട്ടാന്നറിയാം ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു 10 പേരെ 20 പേരെ 100,000 ഒക്കെ ആക്കാൻ കഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവളൊന്നും ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് ഒരു 2-3 days കൊണ്ട് തന്നെ ഇവള് 7000 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. എന്നിട്ട് അഹങ്കാരം കൊണ്ട് അവള് വീഡിയോ എടുക്കാണ്ടിരുന്നിട്ട് വീഡിയോ എടുക്കേണ്ട ആൾക്കാർക്ക് ഫോണൊന്നും വേണമെന്നില്ല. അങ്ങനെ ഇപ്പൊ എന്തായാലും നല്ല ബുദ്ധിയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇനി ഇട്ട് തുടങ്ങട്ടെ കേട്ടാ. ഞങ്ങളെയും കൂടെ നമ്മുടെ ചാനലും കൂടെ ഇടയ്ക്കൊന്ന് പ്രൊമോട്ട് ചെയ്യോ? എന്റെ ചാനലിൽ കൂടെ ഞാൻ പറയാം. എനിക്കൊരു സിസ്റ്ററിന് ഒരു ചാനലുണ്ട്, ഒരു ചെറിയ ചാനലാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്തേക്കണം. അഫി പറഞ്ഞ ഒന്നും ഉണ്ടാക്കണ്ട, അഫി കൊണ്ടുവരാന്ന് ഫുഡ്. ഓഫി കമ്പനിന്ന് 30 ദിവസം ഫുഡ് ഉണ്ടെന്ന്. ഇനിയിപ്പൊ 7 പേരും കൂടെ ആയാൽ മതി കേട്ടോ. അതും കൂടെ ആയിക്കഴിഞ്ഞാല് നമുക്ക് 100K ആവും. പ്ലേ ബട്ടൺ എവിടെ വെക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ സംശയമുള്ളത്. അയ്യോ കണ്ട നിങ്ങള് 3 മാറി 2 ആയി. ഇതാണ് പ്രശ്നം കേട്ടാ. 3 ആയിരുന്നില്ല, ജസ്റ്റ് 2 ആയിപ്പോയി. എനിക്കറിയില്ല, നമ്മൾ ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവരാ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോണത്. കുഴപ്പമില്ല, സാരമില്ല, ഇഷ്ടമുള്ള ആൾക്കാർ മതി. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സമാധാനിക്കാം തൽക്കാലം. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇവാൾക്ക് കുറച്ച് കഞ്ഞി വെക്കാം കേട്ടോ. കഞ്ഞിയും നല്ല മുട്ടയൊക്കെ വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ മതി. ഇന്ന് എനിക്ക് ഇനി വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ല കേട്ടോ. ഇവ അതവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. അവളൊന്നും ചെയ്യല്ലേ, ഇവയുടെ ഫ്രണ്ട്സ് ആണേ. ഇവരിവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പോയിട്ട് പിന്നെയും തിരിച്ചു വന്നു. അപ്പോൾ പിന്നെ ഇവ ഫുൾ ടൈം കളിയാട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പം കളിയോട് കളിയാണേ. പൊക്കിക്കൊണ്ട് നടക്കല്ലേ ഇവാ. അവനെ കണ്ട് 94 ആയിട്ടോ. അതിനൊരു 6 പേരും കൂടെ മാറ്റിയിട്ടാ നമുക്ക് 100K ആവാനായിട്ട്. എനിക്കാണെങ്കിൽ ശരിക്കും ഒന്നും ചെയ്യാനില്ലാത്ത പോലെ കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ചധികം പണിയുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. നാളെ ഇടാനൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നാളെ തന്നെ, ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് നാളെ ഇടണം. പിന്നെന്താ, പിന്നെ വൈകിട്ടത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഒന്നിനും പറ്റണില്ല കേട്ടോ. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 94 നിൽക്കാം കേട്ടോ. 94 ആയിട്ട് നിൽക്കണോണ്ട് എനിക്ക് ഒന്നിനും പറ്റണില്ല. കിച്ചണിലൊക്കെ പോയി നിന്നിട്ട് ഞാൻ ഓടി വന്ന് നോക്കാം കേട്ടോ ഇവിടെ എന്തായി എന്നുള്ള കാര്യം. എന്തായാലും ഇതൊന്ന് വേഗം തീരുമാനമാവട്ടെ, അല്ലാണ്ട് എൻ്റെ കൈയും കാലൊന്നും ഇനി അനങ്ങൂല കേട്ടോ. അപ്പോഴേക്കും ഇത് 3:30 വരെ കേട്ടോ. നോമ്പിന് 3:30 വരെ കേട്ടോ ഓഫീസ് ടൈം ഉള്ളത്. പക്ഷെ അത് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഒരു നേരമാവും തോന്നുന്നു കേട്ടോ. കാരണം അൽക്കൂസിലാട്ടോ അഫിയുള്ളത്. നമ്മളിപ്പോൾ ഷാർജയിലുള്ളത്. അപ്പോൾ അൽക്കൂസിൽ നിന്ന് ഷാർജ ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ മിക്കവാറും ഒരു 5:30 ഒക്കെ ആവുമെന്ന് തോന്നുന്നു കേട്ടോ അഫി എത്തുമ്പോൾ. എനിക്കറിയില്ല, വേഗം എത്തിയാൽ മതിയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അഫിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായേനെ. കാരണം ഇങ്ങനെ 100K ആവുമ്പോൾ. പക്ഷെ അഫി ഉണ്ടാവും തോന്നില്ല. മിക്കവാറും അതിന് മുന്നേ 100K ആവാനുള്ള സാധ്യത ഉണ്ട്. 95 അങ്ങനെ 97 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു 3 പേരും കൂടെ ആയാൽ മതിയേ. എന്താ പറയുക, എനിക്കിങ്ങനെ ഹാർട്ടൊക്കെ നിന്ന് പോണ പോലത്തെ ഒരു അവസ്ഥയാട്ടാ. ഇതുവരെ എനിക്കിങ്ങനെ സന്തോഷം എക്സൈറ്റ്മെൻ്റ് ഒക്കെ. പക്ഷെ എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാലും സങ്കടം വരുന്ന പോലെ, കരയാനൊക്കെ തോന്നുന്ന പോലെ ഒരു ഫീലാട്ടാ. എനിക്കറിയില്ല എത്ര കാലമായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കണമെന്ന് അറിയാം. ഞാൻ പറയണ ശരിയാണ്, ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും ഇടാറില്ല. ഞാൻ കുറച്ച് മടിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു 100K കാണണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കലാട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് നാളായിട്ട് അറിയാമല്ലോ, ഭയങ്കര സ്ലോ ആയിരുന്നു. 99 എത്തിയിട്ട് ഈ 100 എത്താൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് 1 മാസം 1.5 മാസത്തിന് മേലെ എടുത്തു തോന്നുന്നു ആ ഒരു ജേർണി. എന്തായാലും എന്താ പറയുക, നമുക്കിനിയിപ്പോൾ പറയാമല്ലോ 100K ഫാമിലിയാണ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടും, അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആട്ടോ. വലിയ അച്ചീവ്മെൻറ്റ്സ് ഇനിയുണ്ട്. ഗോൾഡൻ പ്ലേ ബട്ടൺ, ഡയമണ്ട് പ്ലേ ബട്ടണൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് കിട്ടുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും ഈ ഒരു അംഗീകാരം കിട്ടാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച്. ഇത് 97 സ്റ്റക്കായി പോയെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് അനങ്ങോ തോണ്ടി വിടാൻ എന്താണെന്നറിയില്ല കേട്ടോ. ഒരു 3 പേരും കൂടെ മതി. അത് അനങ്ങണില്ല. അങ്ങനെ നിൽക്കച്ച് നേരെ ഒരു 3-4-5 മിനിറ്റിന് മേലെ അങ്ങനെ തന്നെ അനങ്ങാണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ആവട്ടെ.
എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഫോണിലൊക്കെ വേറെ 2-3 അക്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ വേണമെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ ചെയ്യൂല. തനിയെ ആവട്ടെ. തനിയെ ആവുന്ന ഒരു സന്തോഷം ഞാനാക്കി കഴിഞ്ഞാൽ കിട്ടൂലല്ലോ. എൻ്റെ നെഞ്ചിങ്ങനെ ടപ്പ് 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 ചെയ്ത് ഇടിച്ചുകൊണ്ടിരിക്കാട്ടാ. നോക്കൂ നമ്മുടെ ചാനൽ. ഇവിടെ നിങ്ങളുടെയൊക്കെ ഇച്ചിരി കയറി. ഇവിടെയൊക്കെ ഞാനിങ്ങനെ സ്ലോ ആക്കി കൊണ്ടുനടക്കായിരുന്നു കേട്ടോ. ഇവിടെ ഒന്നും സബ്സ്ക്രൈബേഴ്സ് കൂടണേ ഉണ്ടാവില്ല. ഞാൻ തീരെ വീഡിയോസ് ഇട്ടില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വീഡിയോ ഇടാത്തതുകൊണ്ടാണ്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ കുറച്ചൊന്ന് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ അതാ പിന്നെ ഒന്ന് അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ 98 ആയി. 2 പേരും കൂടെ മതി കേട്ടാ. 98 ഉണ്ടായിരുന്നത് വേഗം അങ്ങോട്ട് 97, 96 ആയി പോയിട്ടുണ്ട് കേട്ടോ. 2 പേര് പിന്നെ ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ വീണ്ടും 4 ആൾക്കാരും കൂടെ വരണേ. ശരിക്കും ഞാൻ മര്യാദയ്ക്ക് വീഡിയോസ് ചെയ്യാണെങ്കിൽ നമ്മുടെ ചാനൽ എന്നേ 100K ആവണ്ടേ കേട്ടോ. ശരിക്കും എൻ്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്. ഞാനൊരു വീഡിയോ ഇടും, പിന്നെ എന്നെ കാണൂല. പിന്നെ എല്ലാവരും ചോദിച്ചു തരണം എവിടെ പോയി പിന്നെ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ വരും കേട്ടോ. അങ്ങനെയാണ് ഞാൻ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ശരിക്കും ഞാൻ മാസത്തിൽ 1-2 വീഡിയോസ് മാത്രമേ കുറച്ച് നാളായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര സ്ലോ ഡൗൺ ആയി പോയത്. മര്യാദയ്ക്ക് ഇപ്പോൾ എല്ലാവരെയും പോലെ ഒരു മാസത്തിലൊരു എന്താ പറയുക ഡെയിലി വീഡിയോസോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസൊക്കെ കിട്ടുന്നെങ്കിൽ നമ്മൾ എന്നേ 100K ആയേനെ. അങ്ങനെ 99 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരാളും കൂടെ വന്നാൽ നമ്മൾ 100K ആവും. ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച നമ്പേഴ്സൊക്കെ ആട്ടോ ഇത്. അഫി മെസ്സേജ് അയക്കണ്ട കേട്ടോ. അഫിക്ക് ഞാൻ അയച്ചു കൊടുക്കട്ടെ 99 ആയത്. '99 വീണ്ടും 98 പോയിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ എന്തുവാന്ന്. ചുമ്മാ മനുഷ്യനെ പറ്റിക്കാനായിട്ട് 99 കാണിച്ചിട്ട് ഞാനിങ്ങനെ എന്താ പറയുക ആ ഒരു അത്രയും എക്സൈറ്റ്മെൻറ്റിൽ നിന്നപ്പോൾ പിന്നെ 98 പോയി. ഈ 2 പേരും കൂടെ വരണം. നമ്മൾ 100K ആയി. 100K എൻ്റെ പൊന്നോ. 100K എന്നല്ലേ 100,000 10,000 lakh 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വയ്യ. അഫി വിളിച്ചു നോക്കാവേ. അഫി വന്നുകൊണ്ടിരിക്കാന്ന് തോന്നുന്നുണ്ട്. അഫി വിളിച്ചു നോക്കട്ടെ. 100K ആയി. 100K കേക്ക് വാങ്ങിക്കൊണ്ട് വാ. 100 1 ലാഖിൽ നിൽപ്പുണ്ട്. അങ്ങനെ കാത്തിരുന്ന 100K എത്തിയിട്ടുണ്ട് ട്ടാ. എന്താ പോയി 100K പോയി 99 ആയിട്ടാ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം കണ്ടോ. അഹങ്കാരം നോക്കണേ. നോക്ക് ഇത് തന്നെ ഇവിടെ കുറച്ച് നേരമായിട്ടാ തുടങ്ങിയിട്ട്. അപ്പം എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എത്ര താങ്ക്സ് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ കുറേ നമ്മളിങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം 100K ആയ പാടാൻ എൻ്റെ ഫോണിൽ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് എന്നെക്കാളും കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ടെന്നുള്ളതാണ്. എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സന്തോഷം ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. പക്ഷെ എനിക്ക് സന്തോഷം പറയാനായിട്ട് ഇപ്പോൾ ഇവിടെ ആരുമില്ല. അഫിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തുള്ളിച്ചാടിയേനെ. അഫീനെ എത്തുമ്പോൾ എന്തായാലും ഒരു 1 hour കഴിയും. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം കേട്ടോ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സച്ചുനെയൊക്കെ വിളിച്ചിട്ട് പറയാം കേട്ടോ നമുക്ക്. സച്ചു കണ്ടാ നോക്കൂ ഞങ്ങള് 100K ആയി. എനിക്കിവിടെ സന്തോഷം പറയാൻ ആരും ഇല്ലടി. തുള്ളിച്ചാടാനൊന്നും ആരും ഇല്ലാത്ത അവസ്ഥയായി. അഫയാണെങ്കിൽ വന്നോണ്ടിരിക്കണല്ലോ. ഇവാണെങ്കിൽ കളിക്കാൻ പോയിട്ട് ഒരു മൈൻഡും ഇല്ല കേട്ടോ. വിളിച്ചിട്ട് വരണ പോലും ഇല്ല. അങ്ങനെ നമ്മൾ ഉമ്മച്ചിയുടെ ഉമ്മച്ചി കണ്ടില്ലേ 100K ആയി. മോള് കഷ്ടപ്പെട്ടിട്ടില്ല. മോള് കാത്തിരുന്നിട്ടേ ഉള്ളു. അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾക്ക് ഇനി പ്ലേ ബട്ടൺ കിട്ടും. സച്ചു എന്നെക്കാളും മുന്നേ പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി കേട്ടാ. ഇനി ഞാൻ എന്തായാലും പ്ലേ ബട്ടൺ ഇവിടെ തൂക്കിയിട്ടെ. പ്ലേ ബട്ടൺ എവിടെ തൂക്കും എന്നുള്ള കാര്യത്തിലാണ്. വേണ്ട
ഇവിടെ തൂക്കിക്കോളാം. ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുമ്പോ തൂക്കാടി. ആ അപ്പൊ എനിക്ക് സിൽവർ കിട്ടും. നോമ്പറക്കാനായ? ആ ഞാൻ മറ്റേ അവസാനത്തെ എൻഡിങ് ഷൂട്ട് ചെയ്യാൻ വന്നതാ. പല്ല് വെട്ടം പോത്തു. എന്നാ ശരി, നമുക്കിനി ഉമ്മായൊക്കെ ഒന്ന് വിളിച്ചു നോക്കാട്ടാ. 100K ആയി. 100K ആയി. 1,00,000 സബ്സ്ക്രൈബർ. ഇനി ചെലവ് അപ്പിടുത്ത് കേക്ക് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. 1,01,000. ഇവ വല്ല അറിഞ്ഞാ? വല്ല അറിഞ്ഞാ? നോക്ക് എത്രയായി. ഫ്രണ്ട്സിനെ വിളിക്കാൻ പോണേ. എവിടെ പോണേ? $1 million അല്ലടോ മണ്ടി, 1 lakh. ഞാനപ്പോൾ മുട്ട ബജി ഉണ്ടാക്കാൻ പോവാട്ടോ. മുട്ട ബജിക്കായിട്ട് മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ബജി പൊരിക്കണുണ്ടല്ലോ, അതായത് ഇതുപോലത്തെ ചെറിയ പാനില്ല, നമ്മുടെ താളിക്കണ പാനില്ല, അതിലാട്ടാ. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 6 ബജിയേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാകുമ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കുകയും ചെയ്യാം, എന്നാൽ ഒരുപാട് എണ്ണ വേസ്റ്റ് ആവത്തില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ പാൻ എടുത്താൽ അത്രത്തോളം എണ്ണ ഒഴിച്ചിട്ട് അത് വെറുതെ വേസ്റ്റ് ആക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആട്ടോ ചെയ്യാറ്. ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കഴിക്കട്ടെ. ഇത് കുറച്ച് വാൾനട്ട് ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്, ഫിഗ് ഉണ്ട്, അതുപോലെ ഇതെന്തോ ഒരു സംഭവം കേട്ടോ. ഇത് ഈന്തപ്പഴമല്ല, വേറെ എന്തോ ഒരു സംഭവമാണ്. ഒരു പുളിയുള്ള ഒരു സാധനം കേട്ടോ, പേരെനിക്കറിയില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഒരുപാട് പൊരിച്ച സാധനങ്ങളൊക്കെ ഈ സമയത്ത് കഴിക്കാണ്ടിരിക്കണതാണ് ഏറ്റവും നല്ലത്. ഞാനിങ്ങനെ അങ്ങനെ പൊരിക്കാറുണ്ടായില്ല. ഇപ്പം ഞാൻ ആദ്യത്തെ നോമ്പൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഇങ്ങനെ പൊരിക്കും കേട്ടോ. ശരിക്കും ഇങ്ങനെ കുറച്ച് സംഭവങ്ങളും കുറച്ച് ഫ്രൂട്ട്സൊക്കെ മാത്രം കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നോമ്പായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഹലോ, ഇന്നപ്പോൾ റംദാൻ 4 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്തില്ലായിരുന്നു. ഞാൻ അന്ന് ക്യാമറ ഒക്കെ ഓഫാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇന്നാണ് പിന്നെ നമ്മൾ അടുത്ത വീഡിയോ എടുക്കണം കേട്ടോ. അന്ന് ശരിക്കും ആ ഒരു 100K അങ്ങനെ കുറച്ച് നേരം വരെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി വരെ അങ്ങനെ 100K ആവും, പിന്നെയും കുറയും, 100K ആവും, അങ്ങനെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അന്ന് കേക്ക് കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ഞാനൊരു സ്റ്റാറ്റസ് പോലും ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ. കാരണം ആ ഒരു എന്താ പറയുക, നമ്മൾ 100K ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങാനും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു സങ്കടമാവില്ല. അതുകൊണ്ട് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു കുറച്ചുകൂടെ ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം എന്തായാലും അൽഹംദുലില്ലാ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് പേര് അങ്ങനെ നമ്മളെ തോപ്പിക്കാൻ നോക്കിയാലും നമ്മൾ തോക്കാത്ത ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ധൈര്യമായിട്ട് 100K ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ. അപ്പോൾ ആ വീഡിയോ എല്ലാവരും മിസ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.